ഒരു സീക്വൻസിലൊക്കെ അതിന് തൊട്ട് മുന്നേ അന്ന് ആ സീക്വൻസ് എടുക്കുന്നതിൻ്റെ ദിവസത്തിൻ്റെ അന്ന് രാവിലെ സെറ്റിലെത്തിയിട്ട് സാറ് എൻ്റെ അടുത്ത് ഒരു 15 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഈ സീനിനെ പറ്റിയിട്ടും ഈ സീൻ എങ്ങനെയാണ് എടുക്കുന്നത്, ഈ സീൻ എന്താണ്, ഇതുവരെ ഹക്കീമിൻ്റെ എല്ലാ ജേണിയും, ഹക്കീമിനെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, എനിക്ക് എങ്ങനെയാണ് ഇവൻ ഇങ്ങനെയായിരിക്കും എൻ്റെ ഒരു വിഷനിൽ ഇപ്പോൾ ബിഹേവ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ സാർ എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ദിവസം മൊത്തം ഞാൻ ആരുടെ അടുത്ത് സംസാരിച്ചിട്ടൊന്നുമില്ല. ആരുടെ സംസാരിക്കാതെ ഒരു സ്ഥലത്ത് മാറിയിരുന്ന് മൂലയ്ക്ക് മാറിയിരുന്നിട്ട് ഇപ്പോൾ ഷോട്ട് എടുക്കുന്നു, ഒരു സ്ഥലത്ത് പോയിരിക്കും, എന്നിട്ട് ആരോടും സംസാരിക്കുകയൊന്നുമില്ല. എന്നിട്ട് ആ ഷോട്ട് എടുക്കുന്ന ആ മൂഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനിങ്ങനെ ഇൻറ്റൻസ് ചെയ്തിട്ട് അങ്ങനെ ഒരു മൂഡിലായിരുന്നു അന്ന് ആ സീന് തീരുന്നവരെ. അത് എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് മൊത്തം തീർത്തത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആ ഒരു മൂഡിൽ അതും ഭയങ്കര മെൻ്റൽ ടോൾ ഒരു പോയിന്റ് എത്തിയപ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ എന്തോ നമ്മൾ കയ്യിൽ നിന്ന് വരിക എന്നൊക്കെ പറയില്ല, കുറേ സാധനങ്ങളൊക്കെ എന്തോ കയ്യിൽ നിന്നൊക്കെ വന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ട് ചെയ്യല്ല, എന്തോ സംഭവം ഇങ്ങനെ എന്തോ മാജിക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള നമ്മൾ ഉള്ളിൽ തന്നെ തോന്നൂല ചിലപ്പോൾ ചില സാധനങ്ങൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനിൻ്റെ ഇടയിൽ രാജുവേട്ടൻ ഒരു ചെറിയ ഷോട്ട് ഉണ്ടായിരുന്നു, രാജുവേട്ടനെ പിടിക്കുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ടിൻ്റെ ഇടയിൽ രാജുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ലുക്ക് കൊടുത്ത് ഭയങ്കര ഇൻറ്റൻസ് ലുക്കായിട്ട് അതന്നെ കീപ്പ് ചെയ്യുക, അതന്നെ ഇനി അടുത്ത ഷോട്ടിൻ്റെ കണ്ടിന്യൂറ്റി എടുക്കുമ്പോൾ അതേ ഷോട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു സീഷർ മോഡൽ, ഒരു അപസ്മാരം പിടിച്ചൊരു ഞാൻ ഇതിനു മുന്നേ അപസ്മാരം പിടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപസ്മാരം പിടിച്ച ഒരാളെ കുറച്ച് മാനറിസങ്ങൾ ഞാൻ ഇതിനു മുന്നേ ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് അസംബ്ലിയിൽ ഒരു കുട്ടി തലറങ്ങി വീണിട്ട് ഇതുപോലെ അപസ്മാരം പിടിച്ചൊരു സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലൊരു സംഭവം ആ ഒരു മാനറിസങ്ങൾ ഞാൻ അതിൽ ഈ ഒരു കഥാപാത്രത്തിന് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതും ഇപ്പോൾ ബ്ലസ്സി സാറും രാജുവേട്ടനും പറഞ്ഞു, അത് കറക്റ്റാണ്, ആ ഒരു മീറ്റർ തന്നെ ഇനി അടുത്ത ഇത് വരുമ്പോഴും പിടിക്കണം, ഇത് വിട്ടുപോയത് ഇത് തന്നെയാണ് കറക്റ്റാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെരിയോരെ റഹ്മാനെ ആ വരികളിൽ തന്നെ ഉണ്ട് നമ്മുടെ ദൈവത്തിനോട് ഒരു ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം, അത് ഒരു ഹോപ്പാണത്, ഒരു വിശ്വാസമാണ്. നമ്മളെ രക്ഷിക്കാൻ ഒരു പടച്ചവൻ മുകളിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ആ പാട്ട്. അതിൽ തന്നെ ഒരു വരിയുണ്ട്, ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചു നുണക്കുഴിയും ഇഷ്കിൻ്റെ ഞെക്കുവിളക്കിൻ വെളിച്ചമാണ് ആ ഇരുട്ടറയിൽ, അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണ് എന്നോട് കൽബിൽ. അപ്പോൾ ആ കണ്ണിൻ്റെ, അപ്പോൾ ഹക്കീം ഒരാളെക്കുറിച്ച് ഓർത്തിട്ടാണ് അത് പാടുന്നത്. അത് ഉമ്മയാകാം, അവൻ്റെ കാമുകിയാകാം, അല്ലെങ്കിൽ അവൻ്റെ ഉപ്പയാകാം. അങ്ങനെ അത്രയും ഹക്കീമിനെ അവൻ്റെ മനസ്സ് തൊട്ടിട്ട് അവൻ ദിവസവും സ്ഥിരമായിട്ട് പാടുന്ന ഒരു പാട്ടാണത്. അപ്പോൾ ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഹക്കീമിനെ സംബന്ധിച്ചിട്ട് വളരെ ഇമോഷണലും പേഴ്സണലും ആയിട്ടുള്ളൊരു പാട്ടാണ്. അത് റഹ്മാൻ സാറ് വളരെ മനോഹരമായിട്ട് തന്നെ റഹ്മാൻ സാർ 2 വരി എഴുതിയിട്ടുള്ളൂ എന്നാണ് അതിൽ പറഞ്ഞത്. പെരിയോരെ റഹ്മാനെ, ഒരു വരി തന്നെ മതി, ആ ഒരു വരിയുടെ ഈണം തന്നെ മതി. നമ്മുടെ റഹ്മാൻ സാറിൻ്റെ മാജിക് എന്ന് പറയില്ലേ, കേട്ട് 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 നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് ഉറച്ചു പോകുന്നൊരു പാട്ടാണ് പെരിയോരെ റഹ്മാനെ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തരുന്നൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ റൈഡ് ഉണ്ട് ആ പാട്ട് മൊത്തത്തിൽ കേൾക്കുമ്പോൾ. നമ്മൾ ലേറ്റ് നൈറ്റ്സിലൊക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു നനവോ എന്തോ ഒരു വേദനയോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ നമ്മളെ സൂത്തിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് തരുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് എൻ്റെ പാട്ടാണെന്നും അത് റഹ്മാൻ സാറിൻ്റെ ഈണങ്ങൾക്ക്, റഫീഖ് അഹമ്മദ് സാറിൻ്റെ വരികൾക്ക് എനിക്ക് ലിപ്പ് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ അതും ഇതുപോലെ തുടക്കത്തിൽ തന്നെ പറ്റിയെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഓണറാണ്, എന്താ പറയുക, അഭിമാന മുഹൂർത്തമാണ്.